ഹലോ വേൾഡ് ചാനലിന്റെ ഇന്നത്തെ ചിന്താ വിഷയത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഇന്നലെ ഞാനൊരു പ്രഭാഷണം കേട്ടു. അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു വസ്തുതയുണ്ട്. സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി കണ്ണീരൊഴുക്കരുത്, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ വിലപിക്കരുത്. എന്നാൽ അതേ സമയത്ത് സ്വന്തം അപ്പനെയും അമ്മയും ഓർത്ത് നമ്മൾ കണ്ണീരൊഴുക്കണം. ഇത് പറഞ്ഞതിനകത്തൊരു വലിയ അന്തസത്തയുണ്ട്. കാരണം സ്വന്തം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നമ്മൾ കണ്ണീരൊഴുക്കുകയും നമ്മുടെ കൂടെ താമസിക്കുന്ന അപ്പനെയും അമ്മയെയും നമ്മൾ സംരക്ഷിക്കാതെ അവരെ പരിപാലിക്കാതെ ഇരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉള്ളിൽ ഒരു ചിന്താഗതി ഉണ്ടാകും. കാരണം സ്വന്തം അച്ഛനെയും അമ്മയും നോക്കാൻ വയ്യെങ്കിൽ പിന്നെ ഞങ്ങളെ എങ്ങനെ ഇവര് സംരക്ഷിക്കും? അതൊരു റിയൽ ഫാക്റ്റാണ്. നമ്മളൊന്ന് ആലോചിക്കണം. 9 മാസവും 9 ദിവസവും നമ്മളെയൊക്കെ ഗർഭത്തിൽ ചുമന്ന് എല്ലാ ത്യാഗങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിച്ച് നമ്മളെ വളർത്തി വലുതാക്കി നമ്മളെ പോറ്റി പരിപാലിച്ച് വിദ്യാഭ്യാസം നൽകി ജോലി വാങ്ങിക്കാൻ ഒക്കുന്ന ഒരു തലത്തിലേക്ക് നമ്മളെ എത്തിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഈ മനുഷ്യന്റെ കൂടെ ജീവിക്കും, അച്ഛന്റെ കൂടെ ജീവിക്കും എന്ന് ഒരു മകൻ ചോദിക്കുമ്പോൾ ആ അച്ഛനുണ്ടാകുന്ന മാനസിക അവസ്ഥ, അതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. ഇത് നമ്മൾക്കും സംഭവിക്കുന്നതാണ്. അതുകൊണ്ട് ഒരു കാര്യം നമ്മൾ പ്രത്യേകം ഓർത്തിരിക്കണം. കാരണം അപ്പനെയും അമ്മയും നമ്മൾ എങ്ങനെ പരിപാലിക്കുന്നോ സംരക്ഷിക്കുന്നോ അതേ രീതിയിലായിരിക്കും നമ്മളെയും നമ്മുടെ കുഞ്ഞുങ്ങൾ സംരക്ഷിക്കുന്നത്, പരിപാലിക്കുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങളെ മാത്രം നമ്മൾ പരിപാലിക്കുകയും സ്നേഹിക്കുകയും ഒക്കെ ചെയ്താൽ നമ്മളെ സംരക്ഷിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്കാവില്ല. ഇത് ഒരു പ്രകൃതി നിയമമാണ്. അതിനകത്ത് യാതൊരു മാറ്റവുമില്ല. അപ്പൊ അവരെ പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ കഴിയാത്തവന് കാണാത്ത ദൈവത്തിനെ എങ്ങനെയാണ് സ്നേഹിക്കാൻ കഴിയുക? സോ അപ്പൻ്റെ മുഖത്ത് നോക്കി അനാവശ്യം പറയുമ്പോഴും സ്വന്തം അപ്പൻ്റെ അമ്മയുടെയും ചെകിടത്തടിക്കുമ്പോഴും ഒരു കാര്യം ഓർമ്മ വേണം. ഇത് നമ്മൾക്ക് കിട്ടാൻ ഉള്ള ഒരു ഉപാധിയായിട്ടാണ് നമ്മൾ വഴി തുറന്നിടുകയാണ്. സ്വന്തം മക്കള് നമ്മളെയും അടിക്കുന്ന ഒരു ദിവസം നമ്മൾക്ക് വരും. അതിന് യാതൊരു സംശയവുമില്ല. സോ ഇന്നത്തെ പ്രഭാതം നിങ്ങൾക്കൊരു അനുഗ്രഹമായി തീരട്ടെ. നമ്മുടെ അപ്പനെയും അമ്മയെയും ഒക്കെ സംരക്ഷിച്ച് നമ്മുടെ കൂടെയുള്ളവരെ ഒരുമിച്ച് പിടിച്ച് ഒരുമിച്ച് മുന്നേറുവാൻ നമുക്ക് സാധിക്കുമെങ്കിൽ നമ്മുടെ ജീവിതം അനുഗ്രഹമായിട്ട് മാറും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു വെരി മച്ച്.